ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി. എങ്ങോട്ടാണ് ഇവൾ ഈ KSRTCയിൽ കയറി പോകുന്നത് എന്നല്ലേ എല്ലാവരും ആലോചിക്കുന്നത്? ഏകദേശം ബ്ലോക്കൊക്കെ കിട്ടി ഒരു 2.5 മണിക്കൂറോളം എടുക്കും നമ്മൾ എറണാകുളം എത്താനായിട്ട് തൊടുപുഴയിൽ നിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇറങ്ങി. ഇത് ഹോൾസെയിൽ മാർക്കറ്റിലെ ചെറിയൊരു ഷോപ്പിലെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. വളരെ ചെറിയ രീതിയിലുള്ള വീഡിയോസേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പം ഇതെല്ലാം കട്ട് ബീഡ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റ് വരെയുള്ള കട്ട് ബീഡ്സുകൾ ഇവിടെ ഉണ്ട്. എത്ര വെറൈറ്റീസാണെന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും മക്കളെ, കണ്ണ് തള്ളിപ്പോകും. നമ്മൾ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഐറ്റം ആയിരിക്കത്തില്ല മേടിക്കുന്നത്. അതുപോലെ ഒരു ആകർഷണീയതയുണ്ട് ഇവിടെ. അപ്പം ഇത് വന്നിട്ട് ക്രിസ്റ്റൽ ബീഡുകളാണ് കേട്ടോ. നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്യാനും ബോ മേക്കിങ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, മാല ഉണ്ടാക്കാനും ഇങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഇവിടെയുണ്ട്. അപ്പം ഈ കാണുന്നത് കംപ്ലീറ്റ് ഇത് മൊത്തം കട്ട് ബീഡുകളും ഷുഗർ ബീഡുകളുമാണ് കേട്ടോ. ഒരു കളറ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ പല വേരിയൻ്റ് ഉണ്ടാവും. അതിൻ്റെ റെയിൻബോ വന്നിട്ടുള്ളത്, എന്താ പറയുക, മാറ്റ് ഫിനിഷ് ഉള്ളത്, അങ്ങനെ പല തരത്തിലങ്ങ് പോകും. അപ്പം നമ്മൾ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാവും ലാസ്റ്റ്. ഇപ്പം ഗോൾഡ് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോൾഡിൻ്റെ പല വെറൈറ്റി കളേഴ്സ് അവിടെ തന്നെ കാണും. അപ്പം അങ്ങനെ എടുത്തെടുത്ത് കുറേ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത്ര ഒന്നുമല്ല കേട്ടോ, ഇതൊന്നും എൻ്റെ അല്ല. അതിന് താഴെ കാണുന്നത് മിററാണ്. മിററിൻ്റെ പല സൈസിലും പല ഷേപ്പിലുള്ള മിററിൻ്റെ കളക്ഷനാണ്. പിന്നെ സർദോസി അന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതല്ല, അത് സിബ്ബാണ്. പിന്നെ റൗണ്ട് ബീഡ്, ഷുഗർ ബീഡ്, പേൾസ്, വൈറ്റ്, നമ്മുടെ റൈസ് പേളുകൾ, പല തരത്തിലും പല ഷേപ്പിലുള്ള പേൾസുകളൊക്കെ ഉണ്ട്. ഓർഡർ അനുസരിച്ച് മാത്രം എടുക്കുന്നുള്ളൂ എന്ന് പ്ലാൻ ചെയ്ത് പോയതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഓർഡർ എൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ആരി മെറ്റീരിയൽസാണ്. ആരി വർക്കിനും ജ്വല്ലറി മേക്കിങ്ങിനും പറ്റിയ മെറ്റീരിയൽസ്. പിന്നെ ഈ ഐറ്റം ഇത് നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ പലരും. ഇത് ആരി അതിൽ ബീഡ്സ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതൊരു സിന്തറ്റിക് ഓർ ഈ റെക്സിൻ ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ആരി ത്രെഡെല്ലാം ഈ സ്പൂളുകളിലൊക്കെ വന്നിട്ടുള്ള ആരി ത്രെഡ്, മെഷീൻ എംബ്രോയ്ഡറിക്കുള്ള ത്രെഡ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്. പിന്നെ ഈ കാണുന്നതെല്ലാം വലിയ ക്ലിപ്പ് സ്റ്റോണുകളാണ് കേട്ടോ. ക്ലിപ്പ് സ്റ്റോണുകൾ, പിന്നെ വീണ്ടും അഗെയിൻ കട്ട് ബീഡ്, ഷുഗർ ബീഡ്, അങ്ങനെ എല്ലാ സെക്ഷനും ഉണ്ട്. അപ്പം അവിടെ വന്നിരിക്കുന്ന കുട്ടികൾ വരെ നമ്മളോട് ചോദിച്ചിട്ടാണ് ഓരോന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ആവശ്യമുള്ള ഐറ്റംസും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് വരുന്നത് നമ്മൾ ഹോൾസ് ഇല്ലാത്ത ബീഡ്സ് ഉണ്ടല്ലോ, പഞ്ച് ബീഡ്സ് ഇല്ലേ, ഒരു മെഷീൻ വെച്ചിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കുന്ന ബീഡ്, അതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഫുൾ റോളായിട്ട് എടുക്കണം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഹോൾസെയിൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഫുൾ റോളായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ലൂസായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭമില്ല. ഫുൾ റോളായിട്ട് എടുക്കാൻ പറ്റുന്നവർ മാത്രം ഹോൾസെയിൽ മാർക്കറ്റിൽ പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ കാണിക്കുന്നതെല്ലാം ഈ കാണിക്കുന്നതെല്ലാം സാരിയുടെയും ഷോളിൻ്റെയൊക്കെ അറ്റത്ത് വയ്ക്കാൻ പറ്റിയ കുഞ്ചലങ്ങളാണ് കേട്ടോ. റെഡിമെയ്ഡ് ആയിട്ടുള്ള കുഞ്ചലങ്ങളാണ്. പിന്നെ വന്നിട്ടുള്ളത് ലേസുകൾ, ഈ ഫ്ലവർ പാച്ചസുകൾ, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ ഇതെല്ലാം ലേസുകളാണ് കേട്ടോ. നമ്മുടെ ക്രോഷ്യ ലേസ് ഉണ്ട്, പല കളേഴ്സിൽ, വീതി കൂടിയത്, വീതി കുറഞ്ഞത്, അങ്ങനെയുണ്ട്. പിന്നെ ഇത് വരുന്നത് ക്ലിപ്പ് സ്റ്റോണുകളാണ്. ക്ലിപ്പ് സ്റ്റോണുകൾ ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. മേടിച്ചതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം ഇടാം കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണാത്തൊരു വെറൈറ്റി കളർ കണ്ടപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കളേഴ്സും ഇപ്പോൾ ക്ലിപ്പ് സ്റ്റോണുകൾ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ക്ലിപ്പ് സ്റ്റോണുകൾ വെച്ചിട്ടുള്ള വളകൾ, ഓരോ ഡ്രസ്സിനും മാച്ചായിട്ടുള്ള വളകളൊക്കെ ആളുകൾ ചെയ്തിടുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. അപ്പം ഇത് ഒത്തിരി നാളിരുന്ന് പഴകി കഴിഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ. ക്ലിപ്പ് സ്റ്റോണുകളുടെയൊക്കെ നമുക്ക് വീഡിയോ വരുന്ന ഇതിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് ലേസുകളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ലേസിൻ്റെയൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ. ഏത് കളറ് വേണമെന്ന് ആ കളറ് നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, നമുക്ക് ആവശ്യമുള്ള കളറ് നോക്കിയെടുക്കാനായിട്ട്. പിന്നെ ഡയബിളായിട്ടുള്ള ലേസുകളുണ്ട്, ഡയബിൾ അല്ലാത്ത ലേസുകളും ഉണ്ട്. ക്രോഷ്യ ലേസ് ഉണ്ട്. ഇത് പോംപോം ലേസാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ആ ഫുൾ റോളായിട്ട് തന്നെ എടുക്കണം എന്നുള്ളൂ. പക്ഷേ അധികം വിലയൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ഓരോ മീറ്ററൊക്കെ ആയിട്ട് നമ്മൾ റീറ്റെയിൽ ഷോപ്പുകളിൽ മുറിച്ച് മേടിച്ച്
കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര 10 രൂപ 5 രൂപ ആ റേറ്റ് വരും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സാര വിലയെ വരുന്നുള്ളൂ കേട്ടോ. ഞാനിവിടെ ഷോപ്പിൻ്റെ പേര് മെൻഷൻ ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിൽ നിന്നും തന്നെ നമ്മൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യാറുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിൽ കാണാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഷോപ്പിൻ്റെ ആയിട്ട് പേര് മെൻഷൻ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് പെയ്ഡ് പ്രൊമോഷൻ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷോപ്പിൻ്റെ പേര് പറയാത്തത് കേട്ടോ. നിങ്ങൾ ആ മേത്ര ബസാർ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ഷോപ്പുകൾ, ഇതുപോലത്തെ ഷോപ്പുകളുണ്ട്. പിന്നെ ഇതെല്ലാം പട്ടുപാവാട, ബ്ലൗസ് അതുപോലുള്ള ഐറ്റംസിനൊക്കെ വെച്ച് കൊടുക്കുന്ന ലേസുകളാണ് കേട്ടോ. ലേസുകളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാച്ചസ് ഉണ്ട്. പാച്ചസിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് ഒത്തിരി കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ മിറർ വർക്കുകളുള്ള ലേസുകളുണ്ട്, അതെല്ലാം ഇപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. മിറർ വർക്ക്, അതുപോലെ ബീഡ് വർക്കുകൾ, ബീഡ്സ് ഒട്ടിച്ചിട്ടുള്ളത്, സ്റ്റോൺ വർക്ക് ഉള്ളത്, അങ്ങനെ ഒത്തിരി ലേസുകളുണ്ട്. ഇത് ഞാനവിടെ ഒരു റേറ്റ് ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് സ്റ്റക്കായി പോയത്. കണ്ടോ ആളുകൾ കൊണ്ടുപോകുന്നുണ്ടോ എന്തോരം. അത് ഒത്തിരി അവർ തന്നെ കുറേ എടുത്തിട്ടുണ്ട്. ഒത്തിരി നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ ഐറ്റംസ് ആൾക്കാർ പർച്ചേസ് ചെയ്ത് നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ ഹോൾസെയിലായിട്ടാണ് അവർ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ ഇപ്പം അടുത്തടുത്ത് പോകുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങനെ മേടിച്ച് വെക്കേണ്ടി വരാറില്ല. ഇത് മൾട്ടി കളേഴ്സിൻ്റെ ലേസുകളാണ് കേട്ടോ. മൾട്ടി കളർ വരുന്ന മിറർ ലേസുകൾ നമ്മുടെ ഇതും നെക്കിനും സ്ലീവിനും ഒക്കെ വെക്കാവുന്ന ലേസുകളാണ്. നെറ്റിൽ വരുന്ന കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് സ്റ്റോൺ വർക്ക് ഉള്ളതും എല്ലാം ഉണ്ട്, ബീഡ് വർക്ക് ഉള്ളതും എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ല മൂവിങ് ഉള്ളിടത്തുനിന്ന് നമ്മൾ ഐറ്റംസ് മേടിക്കാനായിട്ട് ശ്രമിക്കുക. മൂവിങ് ഇല്ലാത്തവരൊന്ന് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾഡായിരിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ വാങ്ങുക. ഈ ഷോപ്പ് ഇപ്പോൾ പുതിയത് കൂടെ ആയതുകൊണ്ട് എല്ലാം പുതിയ ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ആര്യക്കോട്ട് ഇവിടെയുള്ള എല്ലാ ഷോപ്പുകളിൽ കൂടെ ആര്യക്കോട്ട് ഉണ്ട് കേട്ടോ. ആര്യക്കോട്ട് നമ്മൾ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഗോഡൗണിൽ നിന്ന് എടുത്തിട്ട് തരും. നമുക്ക് കൊണ്ടുപോകാനുള്ളൊരു സജ്ജീകരണം മാത്രം ഉണ്ടായാൽ മതി. പിന്നെ ഈ വരുന്നത് ഇതെല്ലാം ജ്വല്ലറി മേക്കിങ്, ബോ മേക്കിങ്ങിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ. ഈ വരുന്നത് ഗ്ലിറ്റർ ട്യൂബാണ്. ഗ്ലിറ്റർ ട്യൂബ് അത് ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണമൊക്കെ മേടിക്കാൻ നോക്കിയാൽ നടക്കുകയില്ല. അതെല്ലാം ഫുൾ ബണ്ടിലായിട്ട് തന്നെ മേടിക്കണം. അത് കാരണം ഞാൻ ആ ലൈൻ അങ്ങ് വിട്ടു. മക്കൾക്ക് ബോ ഉണ്ടാക്കാം എന്നോർത്തിട്ടുണ്ടായിരുന്നു കൊച്ചിന്, പക്ഷേ അത് ഞാൻ വിട്ടു. ഇത് വരുന്നത് 3mm 4mmൻ്റെ റൗണ്ട് ബീഡാണ്. അത് ആ ബഞ്ചായിട്ട് തന്നെ എടുക്കണം. ബഞ്ചായിട്ടൊക്കെ നിസ്സാര വിലയേ വരുന്നുള്ളൂ, ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല. ഇനി നമുക്കില്ലാത്ത കളറാണെന്നുണ്ടെങ്കിൽ അവരത് ഡൈ ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ. ഇത് വരുന്നത് ക്രിസ്റ്റലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ.